ഗുഡ് ഈവനിങ് ഓൾ. സൂപ്പർ നോട്ട് പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ശരിക്കും ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സാധനമാണ്. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ? അത് മാത്രവുമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര തരത്തിലുള്ള മർഡർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള നരഹത്യകളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വരുന്ന സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം നമുക്കറിയാം CPO നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരാനിരിക്കെ നമ്മൾ നവംബർ അവസാനം തന്നെ എന്തുകൊണ്ട് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്നത് BNS, BNSS, BSA എന്നീ പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് സീരീസ് ആയിട്ട് ഇതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത്. ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനങ്ങളെല്ലാം എടുത്തു തീർക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പുതിയ നിയമപുസ്തകങ്ങളുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ കിട്ടണം. കാരണം എക്സാം നമുക്കറിയാം, ഒരു കഴിഞ്ഞ CPO എക്സാം എടുത്ത് അറിയാൻ പറ്റും. ജൂൺ മാസം 8-ാം തീയതി ആയിരുന്നു CPO എക്സാം. ജൂൺ മാസം 28, 29 ആ ഒരു ഡേറ്റിലായിരുന്നു WCPO എക്സാം വരുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് വരുന്ന CPO പരീക്ഷ, WCPO പരീക്ഷ, CPO ഡ്രൈവർ എന്നീ പരീക്ഷകൾക്കെല്ലാം ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണം. ഈ ഒരു സീരീസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ഇതിൻ്റെ സോഴ്സ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാക്ഷാൽ BNSൻ്റെ പുസ്തകത്തിനകത്ത് നിന്നാണ്. നമ്മൾ ബെയർ ആക്റ്റുകളാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു മദർ ആക്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ. കാരണം മദർ ആക്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഈസി ഉള്ളൊരു പരിപാടി വേറെ ഇല്ല. കാരണം നമ്മളിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ മദർ ആക്ട് കിട്ടും. പക്ഷേ നമ്മളത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കടുകട്ടിയായിട്ട് തോന്നും. അങ്ങനെയെങ്കിൽ ഇത് പഠിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നും. പക്ഷേ നിങ്ങൾ മദർ ആക്ട് തന്നെ വായിച്ച് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഇല്ലസ്ട്രേഷൻസും അതിനകത്ത് ആ ക്രൈമുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട്, ഈവൻ അത് ഏതൊക്കെ കേസുകളിൽ പ്രമാദമായിട്ട് ഓരോ സെക്ഷനിലും വന്നിട്ടുള്ള കേസുകളെ പോലും നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ അതിനകത്ത് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനല്ല, ഈ ഒരു സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഈ BNSനകത്ത് വരുന്ന കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ എന്നുള്ള ഈ ടോപ്പിക്കിന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമുക്കറിയാം, മുമ്പ് IPCയിൽ 299, 300 എന്നീ സെക്ഷൻസിലായിരുന്നു എന്തെന്നുള്ളത് ഈ പറഞ്ഞ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ തിരിച്ച് BNSലേക്ക് വരുമ്പോൾ ഇവിടെ 100, 101 കൾപ്പബിൾ ഹോമിസൈഡ്, 101 മർഡർ. ഈ ഒരു രണ്ട് സെക്ഷൻസിലായിട്ടാണ് നമുക്കിപ്പോൾ ഈ രണ്ട് സെക്ഷൻസിൻ്റെയും നിർവചനങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇത് IPC ആണ്, എന്നാൽ താഴേക്ക് വരുമ്പോൾ ഇത് BNS ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചിരിക്കുക. കൃത്യമായ രീതിയിൽ ഓർമ്മയിൽ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ BNSൽ നിന്ന് കടമെടുത്തൊരു വരി കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് കുറ്റകരമായ നരഹത്യയും കൊലപാതകവും എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയുണ്ട്. എല്ലാ കൊലപാതകവും കുറ്റകരമായ നരഹത്യയാണ്, എന്നാൽ തിരിച്ചല്ല. പറഞ്ഞു വരുന്നത് എല്ലാ കൊലപാതകവും കുറ്റകരമായൊരു നരഹത്യയാണ്, എന്നാൽ എല്ലാ കുറ്റകരമായ നരഹത്യയും എന്തല്ല, കൊലപാതകമല്ല. അത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാദ്യം എന്താണ് നരഹത്യ എന്നുള്ളത് അറിയണം. നരഹത്യ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഹോമിസൈഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനാൽ കൊല്ലപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ മരണം മറ്റൊരു മനുഷ്യൻ വേഗത്തിലാക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷൻസ് എന്ന് പറയും. പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറും എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനായിട്ട് നമ്മൾ കിടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, കൾപ്പബിൾ ഹോമിസൈഡിൽ എന്തില്ല, ഇൻറ്റൻഷൻ ഇല്ല. പക്ഷേ മർഡറിൽ ഇൻറ്റൻഷൻ ഉണ്ട്. ശരിക്കും ആ ഒരു ധാരണ വളരെ തെറ്റാണ്. കൾപ്പബിൾ ഹോമിസൈഡിലും ഇൻറ്റൻഷൻ വരാം, മർഡറിൽ ഇൻറ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കൊലപാതകത്തിനകത്ത് തീർച്ചയായിട്ടും ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. ഒരാളെ കൊല്ലുക എന്നുള്ള ഇൻറ്റൻഷൻ, ഒരു വാളെടുത്ത് ഒരാളെ വെട്ടുമ്പോൾ ആ വെട്ടിയ ആൾക്ക് പരിക്കേൽക്കാമെന്നും ആ പരിക്ക് മരണകാരണമായേക്കാമെന്നും ആ ഒരു പരിക്കെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാമെന്നും അദ്ദേഹത്തിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അയാൾ ഇത്തരത്തിലായിരിക്കണം കൊല്ലേണ്ടത്, അയാൾ ഇത്തരത്തിലായിരിക്കണം കൊല്ലപ്പെടേണ്ടത്, ഈ രീതിയിലുള്ള ആയുധങ്ങളായിരിക്കണം അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാർഗ്ഗത്തിലുള്ള രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിക്കേണ്ടത്, എന്നിങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഇടി നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം
ഒരു തല്ലുകൂടൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്താണ്, അവിടെ പരിക്കുകളേക്കാം, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടാം, ഇതറിയാം. അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിനെ തമ്മിൽ വ്യത്യസ്തരാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രൈം ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി, ഏത് ഇൻറ്റൻസിറ്റിയിലാണ് ആ ക്രൈം ചെയ്തിരിക്കുന്നത്, ആ ഗ്രേവ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡിനെ മർഡറിനെ രണ്ടും രണ്ടാക്കുന്നത്. ശരിക്കും നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ശരിക്കുള്ള ഇതിൻ്റെ കാതലായൊരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കൊലപാതകവും കുറ്റകരമായൊരു നരഹത്യയാണ് എങ്കിലും എല്ലാ കുറ്റകരമായ നരഹത്യയും കൊലപാതകമല്ല. കാരണം ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവക്കേഷനിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ കുറ്റകരമായ നരഹത്യ കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്, അതിനെ നമ്മൾ മർഡറായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കൊലപാതകവും കുറ്റകരമായ നരഹത്യയാണ്, പക്ഷേ തിരിച്ചല്ല. അപ്പം നരഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നു, ഒരു മനുഷ്യൻ്റെ മരണം മറ്റൊരു മനുഷ്യനാൽ വേഗത്തിലാകുന്നു. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ളൊരു പ്രഥമ ദൃഷ്ടിയാൽ വരുന്ന ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രൈം എത്ര ഇൻറ്റൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഒരാൾ തല്ലുകൂട്ടത്തിലിട്ട് മരിച്ചു. അപ്പോൾ അയാളുടെ ബോഡി പരിശോധിക്കുന്ന ഒരു ഫോറൻസിക് സർജന് മനസ്സിലാവും ഇതിൽ വലിയ മുറിപ്പാടുകളൊന്നുമില്ല, ഇതിൽ ഇന്ന പോലെ ഒരു പിടിച്ച് തള്ളിയപ്പോഴത്തേക്കും തല ഭിത്തിയിലിടിച്ച് തലയിലെ ക്ഷതമാണ് മരണ കാരണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരും. പക്ഷേ ഇത് മറ്റൊരു രീതി ചിന്തിച്ച് നോക്കിയേ, വേറൊരു അടി നടക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു, അവസാനം കണ്ടം തുണ്ടാക്കിയ ഒരു സാധനം ഫോറൻസിക് സർജൻ്റെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതിന് ഇൻറ്റൻസ് കൂടുതൽ, ഇത് മർഡറാണ്. മനസ്സിലായില്ലേ? അവിടെ മർഡറാവും. അവിടെ എത്ര ഇൻറ്റൻഷൻ, അയ്യോ സാറേ എനിക്ക് അയാളെ കൊല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ എന്താണ് ഇറച്ചിക്കട പോലെ വെട്ടിക്കൂട്ടിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അതാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇൻറ്റൻസ്, ആ ഒരു ഗ്രേവ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ട്. ഈ അത്രയും എന്താണ് വളരെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു മർഡർ അല്ലെങ്കിൽ ആ ഒരു കൃത്യം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്ന കൾപ്പബിൾ ഹോമിസൈഡാണോ മർഡർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇപ്പോഴേ പഠിച്ച് മാറുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇത് മൈൻഡിൽ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് പോവുക. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഓക്കെ, ഇതാ കണ്ടല്ലോ, എല്ലാ കൊലപാതകവും നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ല. എന്താണ് ഉദ്ദേശിച്ചത്? എല്ലാ കൊലപാതകവും നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വയരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരാളെ കൊല്ലാൻ പറ്റും. സ്വയരക്ഷാവകാശം, നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ നമുക്ക് കൊല്ലാം. പക്ഷേ കൊല്ലുമ്പോൾ അവിടെ ശരിക്കും ആ പറഞ്ഞ ആരാണോ അതിൻ്റെ അക്യൂസ്ഡായിട്ട് നിൽക്കുന്ന ആൾ, അയാളുടെ ഉത്തരവാദിത്തമാണ് അയാൾ ചെയ്തത് സ്വയരക്ഷാപരമായിട്ടാണെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അയാൾ കോടതി ഒന്നാണ് സാറേ എന്നെ കുത്താൻ വന്നു അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് കത്തി വാങ്ങിച്ച് കുത്തി, അങ്ങനല്ല സംഭവം എന്ന് പറഞ്ഞാൽ. അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത്, അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാൻ സ്വയരക്ഷാവകാശം എനിക്ക് തന്നിട്ടുള്ള നിയമം തന്നിട്ടുള്ള സ്വയരക്ഷാവകാശം എടുത്തു പ്രയോഗിക്കുന്നിടയിൽ ടിയാൻ കൊല്ലപ്പെട്ടു എന്ന് പറയണം. അത് തെളിയിച്ച് കാണിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഇതിനകത്ത് ലയബിളാണ്. മനസ്സിലായില്ലേ? ലയബിളാണ്. മറ്റ് സെക്ഷൻസ് കൾപ്പബിളോ മർഡറോ രണ്ടും കയറിയിട്ട് ലയബിളാവാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമവിരുദ്ധം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കൊലപാതകവും നിയമവിരുദ്ധമോ കുറ്റകരമല്ല. അതിലൊന്നാണ് സ്വയരക്ഷാവകാശം. ഇനി കുറ്റകരമല്ലാത്ത സാഹചര്യങ്ങൾ എപ്പോഴാണ്? കുറ്റകരമല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഴയ IPC നിയമത്തിൽ അത് പഴയതെന്ന് പറയാൻ കാരണം കാലഹരണപ്പെട്ടു പോയതുകൊണ്ടാണ്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് BNS തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ BNS മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം കൂടെ ഒറ്റയിടയ്ക്കായിട്ട് കുഴയ്ക്കുന്നില്ല, ഓരോന്നോരോന്നെടുപ്പം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇപ്പം എന്താണ് നമ്മുടെ ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തിയുടെ കൊലപാതകം അതൊരു കുറ്റകരമായിട്ട് മാറുന്നില്ല. അത് അയാളുടെ സാഹചര്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് നമുക്ക് പണ്ട് IPC 84 ഒരു സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ, ഇതാ നടക്കുന്നു. എല്ലാ കൊലപാതകവും നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ല. ശരിക്കുള്ള ഫാക്റ്റാണ്. എല്ലാ കൊലപാതകവും എന്തല്ല? നിയമവിരുദ്ധമോ കുറ്റകരമോ അല്ല. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കൊലപാതകങ്ങളെന്ന് പറയുന്നതിനകത്ത് നമ്മൾ സ്വയരക്ഷാവകാശം എന്ന് പറയുന്നൊരു അവകാശം നമുക്കുണ്ട്. സ്വയരക്ഷാവകാശം. ഈ സ്വയരക്ഷാവകാശം നമ്മുടെ അടുത്ത് പ്രയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു സംഭവം വരുമ്പോഴാണ് സ്വയരക്ഷാവകാശം നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരാളെ കൊല്ലേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഇൻറ്റൻഷൻ അവിടെ അയാളെ കൊല്ലുക എന്നുള്ള ഇൻറ്റൻഷൻ ആയിരിക്കില്ല. അത് പ്രതിരോധിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പം അദ്ദേഹം
കൊല്ലപ്പെട്ടിരിക്കാം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ഇത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറഞ്ഞ കുറ്റാരോപിതനാണ്. ഒരാളെ കുറ്റവാളി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് അയാളെ കുറ്റവാളി എന്ന് വിളിക്കാൻ പറ്റും. അതുവരെ അയാൾ അയാൾ കുറ്റാരോപിതനാണ്. അപ്പോൾ കുറ്റാരോപിതനായിട്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? അയാൾ തെളിയിച്ചിരിക്കണം. അയാൾ കൃത്യമായിട്ട് തെളിയിച്ചിരിക്കണം, ഇത് എൻ്റെ സ്വയരക്ഷാവകാശം, ഞാൻ എടുത്തു പെരുമാറുന്നതിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഈ പറഞ്ഞ നമ്മുടെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്കാണ്. ഓക്കെ, ഇനി ചിലത് കുറ്റകരമാവുന്നില്ല. എങ്ങനെയാണ് കുറ്റകരമാവാതിരിക്കുന്ന സാഹചര്യം? കുറ്റകരമാവാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അൺസൗണ്ട് മൈൻഡിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഒരു കൃത്യം ചെയ്യുന്നത്. അദ്ദേഹം ആ കൃത്യം ചെയ്യുമ്പോൾ അതിലൊരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ നിയമം വെറുതെ വിടും ഇൻ ദ സെൻസ് അദ്ദേഹത്തിന് ഫർദർ ചികിത്സ കൊടുക്കും. അങ്ങനെയാണ് വെറുതെ വിടുമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, അവിടെയും തനിക്ക് ചിത്തഭ്രമമുണ്ടെന്ന് തെളിയിക്കേണ്ടത് ബാധ്യത ആർക്കാണ്? ഈ പറഞ്ഞ ചിത്തഭ്രമമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അത് തെളിയിക്കേണ്ടത്. ഇനി ഭയങ്കരമായിട്ട് മാപ്പ് കൊടുക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കൊച്ചുകുട്ടികൾ ചെയ്യുന്ന അണ്ടർ 7 years 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളൊന്നും തന്നെ അത് കുറ്റകരമായി കണക്കാക്കില്ല. ഉദാഹരണം, ഒരു ടെറസിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് കളിക്കുന്ന നേരത്തിൽ ഈ സ്ത്രീയെ പിടിച്ച് തള്ളുന്നു. ഈ സ്ത്രീ തൊട്ട് താഴെ വന്ന് വീണു, തല തല്ലി മരിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ? കുട്ടി ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അവർ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പം പിടിച്ച് തള്ളി കളിക്കും പോലെ ആയിരിക്കും മേളിൽ നിന്ന് പിടിച്ച് തള്ളി കളിച്ചത്. കൊച്ചിനതിൻ്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി അറിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചിന് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. അങ്ങനെയാണ് കുട്ടി ആ കൃത്യം ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയെ നമുക്ക് ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന പോലെ നരഹത്യകൾ? നമ്മൾ നേരത്തെ പറഞ്ഞു നരഹത്യ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ഡെത്തായിട്ടുള്ള ഇതൊക്കെ IPC എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, ഇപ്പോൾ BNS എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൊലപാതകത്തിന് തുല്യമല്ലാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതാണ്. ഓക്കെ, അടുത്ത് മനഃപൂർവ്വമായ നരഹത്യ, കൊലപാതകത്തിന് തുല്യം മർഡർ. ഓക്കെ ആണല്ലോ. അടുത്ത് അശ്രദ്ധമായ പ്രവൃത്തി മൂലമുള്ള മരണം. ഓക്കെ, അതുകൊണ്ട് പിന്നെ സ്ത്രീധന മരണം, ക്ഷമിക്കാവുന്ന നരഹത്യ, സ്വയരക്ഷ. ഇത്രയുമാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, കുറ്റകരമായ നരഹത്യ നമുക്കപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളോടുകൂടി തന്നെ തുടങ്ങാം. നോക്കിയോളൂ, എക്സാമ്പിൾ. ഇനി നിങ്ങളൊരു കാര്യം ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിച്ചേ. എന്തുകൊണ്ട് എക്സാമ്പിൾസ് വയ്ക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ PSC ചോദിക്കുന്ന രീതി, ഏത് എക്സാം CPOയ്ക്ക് ആയാലും SIക്ക് ആയാലും സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിയമപുസ്തകങ്ങൾ നമ്മൾ സ്വായത്തമാക്കിയിരിക്കണം. നിയമപുസ്തകങ്ങൾ നമ്മൾ സ്വായത്തമാക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ പെടുത്തും. പക്ഷേ നിയമപുസ്തകം നമ്മൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമപുസ്തകമാണ് ഇതിൻ്റെ സോഴ്സായിട്ട് എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, അപ്പം നമ്മൾ വായിച്ച് സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു സാധനം ആപ്ലിക്കേഷൻ ലെവൽ, ഒരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ആപ്ലിക്കേഷൻ ലെവലിലെ PSC ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് BNS, BNSS, BSA ഈ പറയുന്ന എല്ലാ നിയമപുസ്തകങ്ങളൊന്നും ചോദിക്കുക. കേരള പോലീസ് ആക്ട് ആയാലും IT ആക്ട് ആയാലും എല്ലാത്തിൽ നിന്നും നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം. ഈ സെക്ഷൻ ചോദിച്ച് ശിക്ഷ പറയുന്ന കാലമൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയി. ചിലപ്പോൾ അതൊരു പ്രസ്താവന രീതിയിൽ വരാം. നമ്മൾ അത് പഠിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ അതൊക്കെ എടുത്ത് ചോദിച്ചു. ഇപ്പോൾ 2019 നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് PSC സ്പെഷ്യൽ ടോപ്പിക് നടത്തിയ പരീക്ഷയിൽ നമുക്കറിയാം അതിനകത്ത് സെക്ഷൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ തൊട്ട് പിറ്റേ വർഷം നടന്ന പരീക്ഷ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. തൊട്ട് പിറ്റേ വർഷം നടന്ന പരീക്ഷ എന്ന് ആലോചിക്കുക. ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു IRB നടന്നു, ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. SI 2 നടന്നു, ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. CPO നടന്നു, ആപ്ലിക്കേഷൻ ലെവൽ. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഓതൻറ്റിക് സോഴ്സ് എപ്പോഴും ഒരു നിയമം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മദർ ആക്ട് തന്നെയാണ്. അതിൽ വേറെ തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങൾക്ക് പോവാതെ ഇതിൻ്റെ മദർ ആക്ട്, ഇതിൻ്റെ കറക്റ്റ് ബെയർ ആക്ട് എടുത്തിട്ട് നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി അത് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നല്ല ഒരു കാര്യത്തിനാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്താണ് കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നോക്കാം. A എന്ന വ്യക്തി B എന്ന വ്യക്തിക്ക് പരിക്കുളവാക്കുന്നു. ഈ പരിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന Bയുടെ മരണത്തെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാകുന്നുവെങ്കിൽ ഇവിടെ A കുറ്റകരമായ നരഹത്യ ചെയ്തിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ പോയിന്റ് പറയാം. ഓക്കെ, സേറ്റ് ഫോർ എക്സാമ്പിൾ, ശാരീരികമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന B എന്ന വ്യക്തി
ആ ബി എന്ന വ്യക്തിക്ക് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഹാർട്ട് പേഷ്യൻ്റ് ആയിരിക്കുന്ന ബിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇടി വെച്ച് കൊടുക്കുന്നു, സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുന്നു, ഇവിടെ ഹാർട്ടിൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇടി താങ്ങാനുള്ള കെൽപ്പ് ആർക്കില്ല? ബിയുടെ ചങ്കിനില്ല. ബിയുടെ ചങ്കെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവിടെ കൊളാപ്സ് ആവുന്നു, അദ്ദേഹം മരണം അപ്രാളം കാണിക്കുന്നു, അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നു, മരണത്തിന് കീഴ്പ്പെടുന്നു. മരണം പെട്ടെന്ന് ത്വരിതപ്പെടുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിക്ക്, എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയായിരിക്കാം. പക്ഷേ അയാൾ ഒരിക്കലും കൊല്ലാനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കില്ല എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞൊരു ഈ പറഞ്ഞൊരു ഇടി എന്ത് ചെയ്യുന്നു, എക്ക് കൊടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു, അത് ആ ഒരു ഇടി കൊള്ളുന്നു. ചിലപ്പം അതങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളൊരു ആങ്കർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ദേഷ്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. കേട്ടില്ലേ, പെട്ടെന്നൊരു ദേഷ്യത്തിൽ ചെയ്തതാണ്, പെട്ടെന്നൊരു ആ ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്തതാണ്. പിന്നീട് ആലോചിച്ച് പല കുറ്റവാളികളുടെയും അവരുടെയൊക്കെ കൺഫെഷൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ അങ്ങനെ സംഭവിച്ചു പോയി കാര്യങ്ങളെല്ലാം എങ്ങനെ സംഭവിച്ചു. അപ്പോൾ ശരിക്കും അതാണ് ആ ഒരു ടൈമിൽ ആ ഒരു പഞ്ചിന് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ജീവൻ അപഹരിക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരു പഞ്ചായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം വീണ് മരിക്കുന്നു, അദ്ദേഹം മരണത്തിന് കീഴുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം എന്ത് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു, കുറച്ച് വേഗത്തിലാക്കുന്നു. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, പ്രഹരമേറ്റില്ലായിരുന്നുവെങ്കിൽ ബി മരണപ്പെടില്ലായിരുന്നു എന്ന വാദത്തിന് ഇവിടെ പ്രസക്തി ഉണ്ട്. കാരണം അയാൾക്ക് അറ്റാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഹാർട്ടിന് ചെറിയ അസുഖമുള്ള ആളാണ്. പക്ഷെ അയാൾ പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും വീഴുകയോ ഒന്നും ചെയ്തതല്ല. എന്താ പരിപാടി, എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ഇടിയിലാണ് അയാൾ വീണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ഇടിയിലല്ലേ ബി എന്ന് പറയുന്ന വ്യക്തി വീണത്. അപ്പോൾ ആ പ്രഹരം എന്നുള്ള ആ ഇടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസമായിട്ട്, സാധാരണ ദിവസമായിട്ട് ആ ദിവസം അയാൾ ജീവിച്ചു പോകും. അയാൾ എന്താണ് പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയിൽ മരിക്കുന്നത് വരെ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ജീവിച്ചു പോകുന്നു. പക്ഷെ എന്താണ് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു താങ്ങി, ആ താങ്ങിലാണ് പുള്ളി മരിക്കുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ പ്രഹരമേറ്റില്ലായിരുന്നുവെങ്കിൽ ബി മരണപ്പെടില്ലായിരുന്നു എന്ന് വാദിച്ചാൽ ആ വാദത്തിന് പ്രസക്തിയുണ്ട്. അയാൾ എത്ര ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അയാൾ ആ നിമിഷം വീണ് മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഇടി കൊണ്ടില്ലായിരുന്നുവെങ്കിൽ ബി ജീവിച്ചനെ എന്നുള്ള വാദത്തിന് എന്തുണ്ട്, പ്രസക്തിയുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രതീക്ഷിക്കാം. പ്രഹരമേറ്റില്ലായിരുന്നെങ്കിൽ ബി മരണപ്പെടില്ലായിരുന്നു എന്ന വാദത്തിന് പ്രസക്തി ഇല്ല എന്നൊക്കെ പറയാം. അല്ല, ഉണ്ട്, സംഭവം ഉണ്ട്. ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ല, തെറ്റായൊരു പ്രസ്താവനയാണ്. ഉണ്ട്, പ്രസക്തി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കുറ്റകരമായ നരഹത്യയുടെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് നിയമപുസ്തകത്തിലുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്തൊരു വിശദീകരണം നോക്കാം. പ്രഹരമേറ്റ് പരിക്കേറ്റയാൾക്ക് ഉചിതമായ വൈദ്യചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അയാൾ സുഖം പ്രാപിക്കുകയും മരണം ഒഴിവാക്കാനും കഴിയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാതിരിക്കുന്നത് വഴി മരണം സംഭവിച്ചാൽ അത് കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ ഒരാളെ ഇടിച്ചിട്ടു, പക്ഷെ അയാൾക്ക് കൃത്യമായ സമയത്തൊരു വൈദ്യ ചികിത്സ അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ആ ജീവൻ രക്ഷിക്കായിരുന്നു. അത് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്യാത്ത എന്ത് മൈൻഡിൻ്റെ പുറത്താണെങ്കിലും ശരി, അത് ചെയ്യാത്ത പക്ഷം അതും കുറ്റകരമായ നരഹത്യ തന്നെയാണ്. ഒരുപക്ഷെ അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി കൂടെ അതിനുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, അയാൾക്ക് ഇടി കൊണ്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ജീവിക്കാമായിരുന്നു എന്നുള്ള പ്രസക്തി, ആ ഒരു പ്രസ്താവനയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, അയാൾക്കൊരു വൈദ്യ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഈ വ്യക്തി രക്ഷപ്പെട്ടനെ. അത് കൊടുക്കാത്ത പക്ഷം എന്താണ്, അത് കുറ്റകരമായ നരഹത്യയായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ പറയുന്ന ഓരോ വരികളും ഓരോ വാചകങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്, നിയമപുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളായിട്ട് ഞാനായിട്ട് എഴുതി ഉണ്ടാക്കിയൊരു സാധനമല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നിയമപുസ്തകം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു സാരാംശം, അല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിലിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മുമ്പിൽ വന്ന് നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാധനം അത്രയും ഒതൻറ്റിക് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് ഈ വരുന്ന സീരീസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അതുപോലെ നമ്മൾ ഓരോ വരിയും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ വരിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് അറുത്ത് കീറി മുറിച്ച് തന്നെ നമ്മൾ ഇതിനകത്ത് പരിശോധിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ശരി. ഓക്കെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. നോക്കിയോ, അമ്മയുടെ ഉദരത്തിലുള്ള കുട്ടിയുടെ മരണം കുട്ടിയുടെ ഏതെങ്കിലും ഭാഗം പൂർണ്ണ വളർച്ച എത്തിയില്ലെങ്കിലും പിറക്കുന്ന പക്ഷം അത് കുറ്റകരമായ നരഹത്യയാണ്. മനസ്സിലായോ?
കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതായത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു ശരീരഭാഗം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഭ്രൂണം നിങ്ങൾക്കറിയാം, എത്ര 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ അതിന് ഹാർട്ട് ബീറ്റൊക്കെ വയ്ക്കുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഗർഭപാത്രത്തിനകത്ത് നിന്ന് കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പാർട്ട്, ഒരു ബോഡി പാർട്ട് പിറക്കുന്ന പക്ഷം അതും എന്ത് തന്നെയാണ്, കുറ്റകരമായ നരഹത്യ തന്നെയാണ്. കാരണം അവിടെ ഓൾറെഡി ഈ സമയം എത്താതെ ആണെങ്കിൽ പോലും ഈ കുഞ്ഞ് പുറത്തു വരാനുള്ളൊരു കാര്യം അവർ ചെയ്തു, ഒരു അബോർഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അബോർഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും, കൃത്യമായിട്ട് പഠിക്കും. ഏതൊക്കെ ടൈപ്പ് ഓഫ് അബോർഷൻസ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് അത് ഒഫൻസായി മാറുന്ന അബോർഷൻസ് ഏതൊക്കെയാണ്, ഒഫൻസ് ആകാത്തത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരു പക്ഷേ ഈ ഗർഭം കലക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഗർഭമൊക്കെ കലക്കുന്ന സമയത്ത് ഒരു വളരെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറിൽ ആഞ്ഞ് ചവിട്ടുന്നതും ഈ ഒരു പ്രോസസ്സ് സംഭവിക്കാമെന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, അത് കുറ്റകരമായൊരു നരഹത്യയായിട്ട് മാറുന്നു, ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്നു. ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾക്കൊന്നും പൂർണ്ണ വളർച്ച എത്തിയില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഗർഭപാത്രത്തിൻ്റെ പുറത്ത് കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഗർഭപാത്രത്തിന് പുറത്ത് കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു അവയവം പിറന്നിട്ടുള്ള പക്ഷം അത് കുറ്റകരമായ നരഹത്യയാണ്. അതും കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ എടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് BNS കിടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നടന്നൊരു കേസാണ്. നമുക്ക് നോക്കാം. ഇത് AB എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേസ് നമ്മൾ വെളിപ്പെടുത്തണം. ഇപ്പോൾ ആ ഒരു കേസ് ഇപ്പോൾ നമുക്ക് നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചില കേസുകൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാവും. അപ്പോൾ നമ്മളത് പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു AB. ഓക്കെ, നമുക്കിങ്ങനെ നോക്കാം. നോക്കൂ, A എന്ന വ്യക്തി B എന്ന ഭാര്യയുടെ വയറ്റിൽ ചവിട്ടുന്നു. ഓക്കെ ആണല്ലോ. ആ പ്രഹരമേറ്റ് അവൾ വീഴുന്നു. A ഭാര്യയുടെ നെഞ്ചിൽ കാലുകുത്തി അവളുടെ മുഖത്തടിക്കുന്നു. ഈ പ്രഹരത്തിൽ B മരിക്കുന്നു. ഇത് കൊലപാതകമല്ല, കുറ്റകരമായ നരഹത്യയാണ്. നോക്കൂ, ഇവിടെ A എന്ന ഭർത്താവ്, അയാൾ ശരിക്കും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. നമുക്ക് ഈ ഒരു സംഭവം വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ B എന്ന ഭാര്യ എടുത്ത് അയാൾ ഡൊമസ്റ്റിക് വയലൻസ് ആണ് കാണിക്കുന്നത്. B എന്ന ഭാര്യയുടെ വയറ്റിൽ ആദ്യം ചവിട്ടുന്നു. ഓക്കെ, അവിടെ ഒരു ഹേർട്ട് അയാൾ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ചവിട്ടിൻ്റെ പ്രഹരമായിട്ട് അവൾ വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവളുടെ നെഞ്ചിൽ പോയി ഇവൻ മുട്ടുകുത്തി നിന്നിട്ടാണ് അവളുടെ മുഖത്തടിക്കുന്നു. വാക്കില്ലാത്തൊരു അടി വരും. ആ ഒരു അടി അവളുടെ മരണകാരണമാകുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ ഹേർട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ഓൾറെഡി ഇതിനകത്ത് മെൻഷൻഡ് ആയതുകൊണ്ട് തന്നെ അവളെ മുറിവേൽപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവളെ അവളെ അടിക്കുക, അല്ലെങ്കിൽ അത് മറ്റൊരു സെക്ഷനിലോട്ട് വഴിവിടുന്ന രീതിയിൽ അവളെ അടിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഭർത്താവിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ സംഭവിച്ചു വന്നപ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഒരു മരണത്തിൽ കലാശിക്കുന്നു. കാരണം ഇവിടെ അയാൾക്ക് കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഉള്ളതായിട്ട് എവിടെയും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എവിടെയെങ്കിലും ഇൻറ്റൻഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയാൾക്ക് ഭാര്യയെ കൊല്ലണം, ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കണം, അല്ലെങ്കിൽ ഭാര്യയെ കൊന്ന് ചാക്കിലാക്കി എവിടെയെങ്കിലും കൊണ്ട് എറിയണം, ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഒന്നുമില്ല. അയാളുടെ ഭാര്യയെ എടുത്തിട്ട് അടിക്കുന്നു, അയാളുടെ ഭാര്യയെ അടിച്ചു. നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതല്ല, സംഭവം വളരെ തെറ്റാണ്. പക്ഷേ നമ്മൾ പഠിക്കാനുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിനുള്ള ശിക്ഷകൾ ഈ രീതിയിലാണ് പോയിട്ടുണ്ടെന്നുള്ളത് CPOമാരാവുന്ന അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ കാണണം, അതിനുവേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, A എന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, B എന്ന ഭാര്യയുടെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻറ്റൻഷനെ പറ്റി പറയുന്നില്ല, ഇന്നൊരു കാരണം കൊല്ലാൻ വേണ്ടി ചെയ്തതെന്ന് പറയുന്നില്ല. അയാൾ കലി തീരും വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഒരു വാൾ വെട്ടിൻ്റെ ഒരു കാര്യം പറയുന്നില്ല. ഒരു കാര്യം ഇവിടെ ഒരു വാൾ വെട്ടിയാൽ മുറിയുന്ന ഒരു ഉപകരണം കൊണ്ട് ഭാര്യയെ കുത്തി അല്ലെങ്കിൽ വെട്ടി എന്നുള്ളൊരു സാധനം നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്ന ഇഞ്ചുറീസ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇല്ലസ്ട്രേഷൻസ് തന്നെ വ്യക്തമാണ്. എന്താണ്, വയറ്റിൽ ചവിട്ടുന്നു, ഒരു ചവിട്ടുണ്ട്. അത് കഴിഞ്ഞ് വയറ്റ് ചവിട്ടുകൊണ്ട് വീഴുമ്പോൾ ആ നെഞ്ചിൽ കാല് കുത്തി നിൽക്കുന്നുണ്ട്, എന്നിട്ട് മുഖത്തടിക്കുന്നു. ആ അടിയിലാണ് മരണകാരണം സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ യാതൊരുവിധ ഒബ്ജക്ട്സും യൂസ് ചെയ്തിട്ടില്ല, നോ ഒബ്ജക്ട്സ്. ഇതിൽ ഒരു ഒബ്ജക്ട്സും യൂസ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ ഒരു കൃത്യത്തിൽ നടന്നിരിക്കുന്ന എല്ലാ പരിക്കുകളെ പറ്റിയും ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായി മാറുന്നു, ഇത് കൊലപാതകമാകുന്നില്ല, കുറ്റകരമായ നരഹത്യയായിട്ട് മാറുന്നു. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെന്താണ്, അവൻ ഭാര്യയെ ചവിട്ടിക്കൊന്നു, അല്ലെങ്കിൽ പിന്നെ ഭർത്താവ് ഭാര്യയെ ചവിട്ടിക്കൊന്നു. ഈ ഒരു കേസുകളൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. പോലീസ് ഉദ്യോഗസ്ഥരായ 3 ആൾക്കാരാണ്. വാർത്ത ശ്രദ്ധിക്കുക. നിങ്ങളൊരു കൊലപാതകം കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകം നമുക്ക് പ്രഥമ ദൃഷ്ടിയായി തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു സംഭവം നാളെ മുതൽ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കേൾക്കുക.
അതെന്താ സംഭവം? എന്താണ് എന്ത് തരം ഇഞ്ചുറിയാണ് അവിടെ വന്നിരിക്കുന്നത്? തോക്ക് കൊണ്ടുള്ള വെടിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാള് കൊണ്ടുള്ള കത്തിക്കുത്താണോ, എന്താണ് അവിടെ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒരു കേസ് നാളെ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലത്തെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സാധനം ഒന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. നന്നായിട്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് ചിന്തിക്കണം, ഇത് മേർഡർ ആവാൻ ചാൻസ് ഇല്ലല്ലോ. മേർഡർ ആവണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റൻഷൻ വേണ്ട. ഇതിനകത്ത് ആ ഒരു ഇൻറ്റൻഷൻ ഇല്ലല്ലോ. ഇപ്പം കൽപ്പബിൾ ഹോമിസൈഡിൽ ഇൻറ്റൻഷൻ ആവാം, അങ്ങനെയല്ല. ഇവിടെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം അത് ഇങ്ങനെയല്ലല്ലോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നാൽ ഒറ്റ അടിക്ക് ആൻസർ എന്താണ്? കൽപ്പബിൾ ഹോമിസൈഡ് ആണ്. ഓക്കെ, അത് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇല്ലസ്ട്രേഷൻ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാ നടക്കുന്നു നമ്മൾ പറഞ്ഞ സാധനം. ഇസഡിനെ കൊല്ലണം എന്ന ഉദ്ദേശ്യത്തോടു കൂടി അയാൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ആ വെടിയേറ്റ് ഇസഡ് മരിക്കുന്നു. ഇത് കൊലപാതകമാകുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ഗൺ ഷോട്ട്, പോയിന്റ് ബ്ലാങ്കിൽ പിടിച്ചിട്ടൊരു ഗൺ ഷോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് മേർഡറാണ്. അവിടെ കൽപ്പബിൾ ഹോമിസൈഡ് ഒന്നുമില്ല. ഡയറക്റ്റ് കൊലപാതകം തന്നെയാണ്. കാരണം ഒരു തോക്കെടുത്ത് തോക്ക് നിങ്ങൾക്കറിയാലോ, വളരെ അങ്ങനത്തെ ഒരു വെപ്പണാണെന്ന് പറയുമ്പം. കാരണം വെടിപൊട്ടി എന്താണ്? മരിക്കും. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗ്രീവിയസ് ആയിട്ടൊരു ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഉപകരണമാണ് എന്താണ്? തോക്ക്. ഒരു ആയുധമാണ് തോക്കെന്ന് പറയുമ്പോൾ. ഇത് അറിഞ്ഞുകൂടാത്തവരാരുമില്ല. തോക്ക് വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ പറയില്ല. വെടിവെച്ച് കൊല്ലുക ആ ഫ്രൈസിൽ തന്നെ ഉണ്ട്. തോക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെടിപൊട്ടിയാൽ മരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് പൊട്ടേണ്ടത് പൊട്ടിയാൽ രക്ഷപ്പെടുന്നവരുണ്ടില്ലെന്നല്ല, പൊട്ടേണ്ടടുത്ത് പൊട്ടിയാൽ അത് മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ്? നിങ്ങൾ ഒരു തോക്കെടുത്തൊരുത്തിൻ്റെ നേരെ വെച്ചിട്ട് ഓക്കെ ടാറ്റ ബൈ ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തവയെന്ന് പറഞ്ഞ് വെടിവെച്ച് എന്താണ്? ആള് ക്ലോസ്, കാലി. അപ്പോൾ എന്താണ്? കഥം എന്ന് പറയുന്ന പോലെ കാലി. അവിടെ എന്താണ്? അത് കൊലപാതകം തന്നെയാണ്. അവിടെ വേറെ കൽപ്പബിൾ ഹോമിസൈഡൊന്നുമില്ല. കൊലപാതകം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് വ്യക്തമായ രീതിയിൽ അത് നിയമപുസ്തകത്തിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിലും കാണാൻ പറ്റും. ഓക്കെ, ദാ നോക്കാം. രോഗബാധിതനായ ബിയെ അവൻ്റെ രോഗത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഇൻറ്റൻഷൻ, തീവ്രത അറിഞ്ഞുകൊണ്ട് എ എന്ന വ്യക്തി പ്രഹരമേൽപ്പിക്കുന്നു. ബി മരിക്കുന്നു. എ കൊലക്കുറ്റം ചെയ്തിരിക്കുന്നു. എടാ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ചിന്തിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഈ സാധനം ആദ്യം വായിക്കുക. രോഗബാധിതനായ ബിയെ അവൻ്റെ രോഗത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് ദെയർ ഈസ് ആൻ ഇൻറ്റൻഷൻ, ദെയർ ഷോസ് ആൻ ഇൻറ്റൻഷൻ, ക്ലിയർ കട്ട് ഇൻറ്റൻഷൻ എന്താ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീവ്രത അറിഞ്ഞുകൊണ്ട്, കാരണം അവൻ ഏത് സ്റ്റേജിലുള്ള രോഗിയാണ്, അവൻ അറ്റാക്ക് ആണെങ്കിൽ അവൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവനറിയാം. ഒരു തട്ടുകൊടുത്താൽ താഴെ വീണാൽ മരിച്ചു എന്നറിയാം. ഇതറിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ വകവരുത്താൻ ശ്രമിക്കുകയാണ്, അല്ലെ വകവരുത്തി ഡയറക്റ്റ് കൊലപാതകം. കാരണം ഇവിടെ ഇൻറ്റൻഷനെ പറ്റി ഓൾറെഡി മെൻഷൻഡ് ആണ്. അവന് രോഗമുണ്ടെന്നറിയാം ഈ കൊന്ന വ്യക്തിക്ക്. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി ഒരു രോഗിയാണെന്നറിയാം. ഈ രോഗത്തിൻ്റെ തീവ്രത അറിയാം. ഇങ്ങനെ ചെയ്താൽ അവന് ജീവഹാനി സംഭവിക്കുമെന്നും അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരുത്തൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? അത് കൽപ്പബിൾ ഹോമിസൈഡ് ഒന്നുമല്ല, അതും ഡയറക്റ്റ് മർഡർ തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന ചോദ്യ പേപ്പറിൽ 20 ചോദ്യങ്ങൾ 4 എന്തായിരിക്കും? BNSുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മൾ IPC എന്ന് പറഞ്ഞ ശീലമായി. ഇനി അതിന് പുറത്ത് വരേണ്ട ഒരു ഇതാണ്. BNSുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഈ BNSുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ കിട്ടുമ്പോൾ മർഡറിനെ പറ്റി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ, തീവ്രത എന്നുള്ള കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആദ്യമേ അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു വട്ടം വെച്ചോണം. സംഭവം ഉത്തര ABCD എന്ന് കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുണ്ട് കൊലക്കുറ്റം, മർഡർ, കറക്റ്റ് ഡയറക്റ്റ് മർഡർ. ഇൻറ്റൻഷൻ ഉണ്ട്, കൃത്യമായിട്ട് ഇൻറ്റൻഷൻ ഉണ്ട്. ഇത് തെളിവെടുക്കാൻ പോകുമ്പോൾ തന്നെ അറിയാം, സാറേ ഇവനറിയാം പരിപാടി, മറ്റവൻ വയ്യാത്ത ആളാണ്, അവന് ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അവൻ താഴെ വീണ് തീരുമെന്നുള്ളത് ഇവനറിയാം. അപ്പോൾ ഇവൻ തന്നെ ആൾ, കേസ് ഈസ് ക്ലോസ്ഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി അടുത്തതാ മേർഡറിൻ്റെ മറ്റൊരു സംഭവമാണ്, മറ്റൊരു ഇല്ലസ്ട്രേഷനാണ്. നമുക്ക് നോക്കാം. പ്രകൃതിയുടെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ പര്യാപ്തമായൊരു വാൾവെട്ട് ഇസഡിനെ ഏൽപ്പിക്കുന്നു. ഇവിടെ ഇസഡിനെ കൊല്ലാൻ എക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞാൽ പോലും കൊലക്കുറ്റത്തിന് അർഹനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻറ്റൻഷൻ ഇല്ലാതെ ചില സമയത്ത് മർഡർ ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? ഇവിടെ നല്ല എന്താണ് പോത്തിനെയൊക്കെ വെട്ടെടുക്കുന്നൊരു വാള് ഒരൊറ്റ സ്ട്രൈക്ക് ചെയ്ത് തന്നെ തല അങ്ങ് വെട്ടി അങ്ങ് സ്പ്ലാഷ് ചെയ്ത് പോകുന്നൊരു വാളെടുത്ത് വെച്ചിട്ട് അവൻ പറയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് പറയണം, സാർ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വെട്ടിയാവും മരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്നുമില്ല, മർഡർ തന്നെയാണ്. കാരണം ഒന്നും അറിയാമോ?
ആ ഒരു ഇപ്പം അത് എവിഡൻസ് ആയിട്ട് ആ ഒരു വാളെടുക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും. ഇതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കേ, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാകാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പേർട്ടിനെ നിങ്ങൾ ഇപ്പോൾ വാളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു പ്രൈമറി എവിഡൻസ് എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ വാളെടുത്തുകൊണ്ട് ചിലപ്പോൾ ഒരു കൊല്ലൻ്റെ അടുത്ത് പോകും. കൊല്ലൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കും, ഇത് ഒരാളെ കൊല്ലാൻ എങ്ങനെയാണ് സാധാരണ വാളിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മൂർച്ചയും കാര്യങ്ങൾ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ എക്സ്പേർട്ടാണ്. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അത് BSAയിൽ പഠിക്കും. ഭാരതീയ സാക്ഷി അധിനിയമം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ പഠിക്കും, പഴയ എവിഡൻസ് ആക്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാളെടുത്തുകൊണ്ട് ഇതിൻ്റെ അടുത്ത് പോവാണ്, ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കൂ, ഈ ഒരു സാധനം ഇട്ട് ഒരാളെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മരിക്കൂ, അയാൾ എങ്ങനെയാണ്, എങ്ങനെ മരിക്കുമെന്നാണ്. അപ്പോൾ പറയുന്നത്, സാർ ഇത് ഒറ്റ വെട്ട്, ആൾ കാലി. അത്ര മൂർച്ചയുള്ളൊരു ആയുധമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കത്തി എടുത്ത് കുത്തുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുന്നുള്ള ആൾ, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബോഡി ഇത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ വരുമ്പോൾ ഫോറൻസിക് സർജൻ പറയും, ഈ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ എന്ന് പറയുമ്പോൾ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വയറ്റിലോ നെഞ്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തോ കഴുത്തിൻ്റെ പുറകിലോ മുതുകിലോ അവിടെ നിന്ന് ഉള്ള രക്തസ്രാവം കൊണ്ടാണ് മരണകാരണം എന്നുള്ളത് എന്ത് ചെയ്യും, അതിനകത്തുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു സ്ട്രൈക്കാണ് മരണകാരണം എന്നുള്ളത് അതിനകത്ത് കാണും. ആ മുറിവിൻ്റെ ആഴം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി ചേർക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ട് പറയുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര ഒരു വെപ്പൺ ഇട്ടാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഇട്ടാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് ഈ മരണകാരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ എന്ത് ചെയ്യുന്നു, മർഡറിലോട്ട് തന്നെ പോകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം സാധാരണഗതിയിൽ പറയുന്നുണ്ട്, പ്രകൃതിയുടെ സാധാരണമായ ഗതിയിൽ ഒരു വാൾവെട്ടെടുത്ത് നേരെ തലയിലോട്ടൊരു വെട്ട്, അത് കൽപ്പബിൾ ഹോമിസൈഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ആ വാൾവെട്ടിൻ്റെ അകത്ത് തന്നെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, കൽപ്പബിൾ ഹോമിസൈഡ് മർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ആ ബോഡിയെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിട്ടണം. ആ ബോഡിയെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിട്ടി കൃത്യമായിട്ട് നോക്കണം, ആ ബോഡിയിലുള്ള ചതവ്, മുറിവ്, ഒടിവ് അല്ലെങ്കിൽ കത്തി കൊണ്ടുള്ളത് എന്താണെങ്കിലും നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മർഡർ ആണോ കൽപ്പബിൾ ഹോമിസൈഡ് ആണോ. കാരണം ആ ഒരു ബോഡിയിൽ വന്നിട്ടുള്ള ഇഞ്ചുറീസ് എത്ര ആഴത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ അതിൽ കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ പോലെ അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റകരമായ നരഹത്യയാണോ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഒരായുധം കൊണ്ട്, ഇപ്പോൾ തോക്കിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഒരു വാളെടുത്തിട്ട് സാറേ എനിക്ക് അവനെ കൊല്ലാൻ യാതൊരു ഉദ്ദേശമില്ല, ഞാനൊരു വെട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു സാധനം, ഇത്രയും മൂർച്ചയുള്ളൊരു സാധനം കൊണ്ട് ഒരാളെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾ മരിക്കും. അത് ഏത് കൊച്ചു കുട്ടിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അത് മർഡറിൻ്റെ അകത്ത് തന്നെ പോകും, അത് മർഡറിന് ലയബിളായിരിക്കും. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഉദ്യോഗസ്ഥൻ്റെ മരണം. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, നിയമപുസ്തകത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നമ്മളിത് പഠിക്കും. വേറെ കാര്യം, ഉദ്യോഗസ്ഥൻ്റെ മരണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കോടതിയിലെ ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ എന്ത് ചെയ്യുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. സാറേ എന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കത്തിയെടുത്ത് അയാളെ കൊന്നതാണ് എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം, ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി കർത്തവ്യ നിർവഹണത്തിനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യം നിർവഹിക്കാനാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത്. ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ പറ്റും, അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ തൻ്റെ ഔദ്യോഗിക കർത്തവ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിനെ സ്വയരക്ഷയുടെ പേരിലാണെന്ന് പറഞ്ഞൊക്കെ തട്ടിക്കളഞ്ഞാൽ അത് പിന്നെ ഈ പറയുന്ന പോലെ കൽപ്പബിൾ ഹോമിസൈഡ് എന്നല്ല, ഡയറക്റ്റ് മർഡറാണ്. അത് മർഡറാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെറുതെ ഇരുന്നപ്പോൾ ഒരാളെ പോയി അറസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതല്ല. അതെന്ത് ചെയ്യുന്നു, കോടതി ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്ന ആളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും കോടതി തരുന്നു, നിങ്ങൾ പോയി അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക എന്ന് കോടതി പറയുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം നോൺ കോഗ്നൈസബിൾ കേസ്, നോൺ കോഗ്നൈസബിൾ കേസസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന പോലെ കൊഗ്നൈസബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് വേണ്ട അറസ്റ്റ് ചെയ്യാനായിട്ട്. ആ കുറ്റകൃത്യം തടയാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നട റോഡിൽ ഒരു അടിപിടി നടക്കുന്നതായിരിക്കും, ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നു, അദ്ദേഹം വളരെ കർമ്മനിരതനായിട്ട് പോയിട്ട് ഇയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ അയാളെ കത്തിയെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ സ്വയരക്ഷയ്ക്കാണ് ചെയ്തത്, സാറേ എനിക്ക് ആ സാറിനെ കൊല്ലണമെന്നൊരു ഇൻറ്റൻഷന് ഒരു ഇതുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഉദ്യോഗസ്ഥൻ്റെ മരണം, അദ്ദേഹം കർമ്മനിരതനായിട്ട് നിന്ന ഒരു വ്യക്തിയെ കത്തിയെടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്, മർഡർ തന്നെയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇതിനകത്തും മർഡർ ഒറ്റ സാധനമേ ഉള്ളൂ. ഇതിനകത്ത് കൽപ്പബിൾ ഹോമിസൈഡ് എന്തൊക്കെ തമ്മിൽ വന്നാലും ജസ്റ്റ് മർഡർ. ഓക്കെ, അടുത്തൊരു ഇല്ലസ്ട്രേഷൻ. നമ്മളിങ്ങനെ ഇല്ലസ്ട്രേഷൻസ് പഠിച്ച് നമ്മളിതങ്ങ് ആഴത്തിൽ ഉറപ്പിക്കുകയാണ് ഈ സാധനം. അതാണ് ഓക്കെ.
ഒരു ന്യായീകരണവുമില്ലാതെ തിരനിറച്ചൊരു തോക്ക് കൊണ്ട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമ്മേളനത്തിലേക്ക് വെടിയുതിർക്കുന്നു. തൽഫലമായി ഒരാൾ മരിക്കുന്നു. എയ്ക്ക് ആരെയും കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ പോലും കൊലക്കുറ്റത്തിന് അർഹനാണ്. ഇവിടെ കണ്ട ഒരു ന്യായീകരണവും ഇല്ല. കുറേ ആൾക്കാർ അവിടെ സമ്മേളനത്തിന് കൂടിയപ്പോൾ അവ എന്ത് ചെയ്യുന്നു, അവൻ്റെ കയ്യിരിക്കുന്ന തോക്കെടുത്ത് വെടിവെക്കുന്നു, അതിലുള്ള ഒരാൾ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടു. അത് ഈ ചിലപ്പോൾ കൊല്ലപ്പെട്ട വ്യക്തി കൊന്നവനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, യാതൊരു ബന്ധവും യാതൊരു ശത്രുതയോ ഒന്നും. ഒരു പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്ക് അവർ തമ്മിൽ യാതൊരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, വെടിയുതിർത്തു. ഏതാ ആയുധം? തോക്ക്. എങ്ങനെയുള്ള തോക്ക്? ലോഡഡ് ആയിട്ടുള്ള തോക്ക്, അല്ലെങ്കിൽ തിര നിറച്ചൊരു തോക്ക്. അതെടുത്തുകൊണ്ട് വെടിവെച്ചാൽ ഒരാൾ മരിക്കുമോ എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. അപ്പോൾ അവിടെ ഈ പറയുന്ന കൊന്നവനോടുള്ള ഒരു മുൻപരിചയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കൽപ്പബിൾ ഹോമിസൈഡൊന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് വേറെ രീതി പറയാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥൻ, അത് നമ്മൾ ജനറൽ എക്സെപ്ഷൻസിൽ SIക്ക് പഠിച്ചിരുന്ന ഒരു സെക്ഷൻ ഉണ്ട്. IPCയിൽ 76 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതെന്താണ്, അദ്ദേഹം ഒരു സുപ്പീരിയർ ഓഫീസറിൻ്റെ ഡയറക്ഷൻസ് വെച്ചിട്ട് ഒരു മോബിനെതിരെ ഫയർ ചെയ്യുന്നു. അതിൽ വെടികൊണ്ടൊരു ആൾ മരിച്ചാൽ അദ്ദേഹത്തിന് ലയബിൾ ആവില്ല. കാരണം അയാളുടെ സ്വന്തം ഇൻറ്റൻഷൻ പ്രകാരം അല്ല ചെയ്തത്. അയാൾക്ക് സുപ്പീരിയർ ഓഫീസറിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു വെടി വെക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ന്യായീകരണമില്ല. തിരനിറച്ച് തോക്കുക, ആരും പറഞ്ഞിട്ടില്ല വെടിവെക്കണമെന്നുള്ളത്. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തോക്കെടുത്ത് വെടിവെക്കുന്നു, ആളെ കൊല്ലുന്നു. അതാണ് സംഭവം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സ്ത്രീധന മരണം. നമുക്കറിയാം, ഡൗറി ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ പല ഭീകര വെർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു കേസ് ഇവിടെ ഇപ്പം പറയുന്നില്ല. ചിലപ്പോൾ അതൊക്കെ കോൺട്രവേഴ്സീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇത് എന്തൊക്കെയാണ് സാധനം എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് പോയിന്റിന്, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിക്കുന്നത് അസ്വാഭാവികമായ രീതിയിലാവണം. അല്ലാതെ ശരി, സ്ത്രീധനത്തിൻ്റെ ഒരു പ്രഷറുണ്ട്, ആൾ പനി വന്ന് മരിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീധന മരണം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ സ്ത്രീധന മരണം എന്ന് പറയണമെങ്കിൽ മരണം എന്തായിരിക്കണം? അസാധാരണ മരണമായിരിക്കണം. ആത്മഹത്യ, കൊലപാതകം, അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം. ആത്മഹത്യ, സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രഷർ സഹിക്കാൻ പോയത് എത്രയോ ആൾക്കാർ, എത്രയോ സഹോദരിമാർ മരിച്ചിട്ടുണ്ട്, പല രീതിയിലായിട്ട്. ഞാൻ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്ത്രീധന മരണം എന്ന് പറയുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്ത്രീധന മരണം എന്ന് പറയുമ്പോൾ. ഈ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു എത്രയെങ്കിലും കേസുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സീസൺ തന്നെ കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ ഇതുമായിട്ട് സംബന്ധിച്ച് എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെ തന്നെയാണ് എക്സാമ്പിൾ. ഞാനിത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് ഘടകം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിലായിരിക്കണം മരണം സംഭവിച്ചിട്ടുണ്ട്. എത്ര? 7 വർഷത്തിനുള്ളിൽ. ഇനി 7 വർഷത്തിനുള്ളിൽ മരിച്ച ആളുടെ മരണകാരണം അസാധാരണമായിരിക്കണം. അസാധാരണ മരണം എന്ന് പറയുമ്പോൾ എന്താണ്? തൂങ്ങി മരണം, വിഷം കഴിച്ച ആത്മഹത്യ, കുളത്തിച്ചാടിയുള്ള മരണം, ഇതൊക്കെയാണ് അസാധാരണ മരണം എന്ന് പറയുമ്പോഴത്തേക്കും. അതായത് ഒരു മരണം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ് ഉണ്ടായിരിക്കണം അതിന്, ഈ പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? അതിന് നമുക്കൊരു പോലീസ് സർജൻ അത്രയും വലിയ, അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 7 വർഷത്തിനുള്ളിലായിരിക്കണം, അസാധാരണ സാഹചര്യത്തിലായിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീധനത്തിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ മരിച്ചത് ചിലപ്പോൾ അറ്റാക്ക് എന്ന് പറയുന്നില്ല, ഓക്കെ, ഒരു പനി വന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയിൽ മരിച്ചെന്ന് പറഞ്ഞിട്ട് സ്ത്രീധന മരണം പറയാൻ പറ്റില്ല. അവരെത്ര പ്രഷർ ചെലുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയിൽ ഒരു മരണം സംഭവിച്ചിട്ട് അവിടെ സ്ത്രീധന മരണം ഉണ്ടെന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മരണത്തിലെ അസ്വാഭാവികത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ നിരന്തരമായൊരു മാനസിക സമ്മർദ്ദം എവിടെ ഉണ്ടാവണം? ഈ മരണത്തിനുണ്ടാവണം. ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ, ഭർത്താവിൻ്റെ ഏതെങ്കിലും അകന്നൊരു ബന്ധത്തിൽ ഏതെങ്കിലും ഒരു മാമി വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവളെ ഹറാസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് മരിച്ചാൽ പോലും ഇതിനകത്ത് വരും. ഇപ്പോൾ പറയാം, അയ്യോ എൻ്റെ വീട്ടിലുള്ള ആരുമല്ലല്ലോ ഈ മാമി, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ബന്ധമുള്ള ഒരാളാണ് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ ഒരു അസാധാരണമായൊരു മരണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അത് വീഡിയോയിൽ മുഴുവൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. മാത്രമല്ല അത് ഇപ്പോൾ DYSP റാങ്കോ അങ്ങനെയുള്ള വലിയ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യണമെന്നുണ്ട്? ആ ഒരു പോസ്റ്റ്മോർട്ടം അതിന് സാക്ഷ്യം വഹിക്കണം എന്നുണ്ട്. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ നാളെ പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മനസ്സ് മരവിക്കുന്ന, തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. ഒരുപാട് മരണങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. ഈ പറയുന്ന പോലെ ഒരുപാട് മനസ്സ് പകച്ച് നിങ്ങൾ നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ
നിങ്ങൾ അതെല്ലാം എന്താണ് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കണം നിങ്ങളത് ഫേസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പല ക്രൈം സീൻസും നിങ്ങൾ കാണും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഒരു ക്രൈം സീൻ കാണാതില്ല. ലോക്കലിൽ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്രൈം സീൻ കാണാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണില്ല. ഇപ്പം നമ്മുടെ ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല പറയുന്നത്, ലോക്കലിൽ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പം അവർക്കിതൊരു എന്താണ് ദൈനംദിന കാഴ്ചകളിലൊന്നാണ് ഈ പറഞ്ഞ ക്രൈം സീൻസ് കാണുക എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ ക്രൈം സീൻസൊക്കെ കാണേണ്ടി വരും. പോലീസ് നിങ്ങൾ ചൂസ് ചെയ്ത പാത അങ്ങനെയുള്ളൊരു പാതയാണ്. ദിസ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ല പോലീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ത്രീധന മരണത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറയുമ്പം. അപ്പം ഈ പറയുന്ന പോലെ 7 വർഷത്തിൻ്റെ കാര്യം ആലോചിക്കുക, ഒരു ആത്മഹത്യ പ്രേരണ അവിടെ ഉണ്ടായിരുന്നോ നോക്കുക, വീട്ടുകാരുടെ സമ്മർദ്ദം കൃത്യമായിട്ട് ആ ഹിസ്റ്ററി പരിശോധിച്ചിരിക്കണം, മരണം നടന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കണം, അത് പോസ്റ്റ്മോർട്ടം എന്ത് ചെയ്യണം, വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അവിടെ എന്തൊക്കെയാണ് പ്രഷർ വന്നിട്ടുള്ളത്, ഇപ്പോൾ സ്ത്രീധനം എന്ന് പറയുമ്പോൾ എന്താണ്, സ്വർണ്ണമാണോ അല്ലെങ്കിൽ വാഹനമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് എന്ത് ചെയ്യണം, കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ചില ഒഴിവാക്കലുകളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചില ഒഴിവാക്കലുകൾ നമുക്ക് നോക്കാം. എന്താണ് ചില ഒഴിവാക്കലുകൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓക്കെ, അതാ പിടിച്ചോ. പെട്ടെന്നുള്ള സംഘർഷം മൂലമുള്ള മരണം എങ്ങനെ ആയിരിക്കണം? അവിടെ കിടന്ന വടിവാട് വെട്ടിക്കൊല്ലണമെന്നല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്നുള്ള സംഘർഷം മൂലം രണ്ടുപേര് തമ്മിൽ അടികൂടുന്നു, അതിനിടയിൽ പിടിച്ച് തള്ളുക എന്ത് ചെയ്യുമ്പോൾ തല ചെവിലടിക്കുന്നു, ഒരാൾ മരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചില പെട്ടെന്നുള്ള സംഘർഷത്തിൻ്റെ പുറത്ത് മരണം ഉണ്ടാവുക. അപ്പോൾ അവിടെ മേർഡർ എന്നുള്ള ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യില്ല. മേർഡർ അല്ല അത്, ശരിക്കും പറഞ്ഞാൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള നിലയിലോട്ട് വരും. പിന്നെ ഈ പറഞ്ഞ മുൻകൂട്ടി ആലോചിക്കാതെയുള്ള കൊലപാതകം, ഇതെല്ലാം കൾപ്പബിൾ ഹോമിസൈഡിനെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണ്. പെട്ടെന്നുള്ള കലഹം, ഇതെല്ലാം തന്നെ എന്താണ്, ഇത് മേർഡറിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൾപ്പബിൾ ഹോമിസൈഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മേർഡറിൽ നിന്ന് പെട്ടെന്നുള്ള കലഹം, പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് ആ ബോഡി കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ കൾപ്പബിൾ ഹോമിസൈഡോ മേർഡർ ആണെന്നുള്ളത്. കാരണം വളരെ നേർത്ത ഒരു ഒരു ഡിഫറൻസ് മാത്രമേ കൾപ്പബിൾ ഹോമിസൈഡ് മേർഡർ തമ്മിലുള്ളൂ. അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു സാധനമാണ്. SIയുടെ ടോപ്പിക്കാണ്, പക്ഷേ CPOക്ക് ചോദിച്ചാൽ നിങ്ങളത് അറിയാതെ പോകരുത്, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. സമ്മതത്തോടെയുള്ള മരണം, ഇത് പറയുമ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫിലിപ്പ് ഹ്യൂക്സ് എന്ന് പറയുന്നൊരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. ജോൺ ആബട്ട് എന്ന് പറയുന്ന ഒരു ബോളറിൻ്റെ ഒരു ബൗൺസർ ഏറ്റ് മരിച്ച ഒരാളാണ് ഫിലിപ്പ് ഹ്യൂക്സ് എന്ന് പറയും. ഓസ്ട്രേലിയക്കാരനാണ്, ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനാണ്. ഏകദേശം എനിക്കൊന്ന് 25 വയസ്സിനകത്ത് എന്തോ അദ്ദേഹം മരിച്ചു. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം 2013 ആ കാലഘട്ടത്തിൽ എപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതുപോലെ ബോൾ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് പോലുള്ള ഗെയിം അല്ലെങ്കിൽ ബോക്സിങ് പോലുള്ള ഗെയിമുകൾ എന്താണ്, അപകട സാധ്യതയുണ്ട്, മരണം വരെ സംഭവിക്കാം. ഇത് ഒരാൾക്ക് അറിവുള്ള കാര്യമാണ്. ആ അറിവുള്ളൊരു കാര്യം സമ്മതത്തോടുകൂടി ചെയ്യുമ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തില്ല, അയാളത് ആ മരണത്തിന് അയാൾ ലയബിൾ അല്ല. പക്ഷേ ഇവിടെ 2 കാര്യം സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, സമ്മതം കൊടുത്ത വ്യക്തിയുടെ പ്രായം 18-ന് മുകളിലായിരിക്കണം, സ്വമേധയാ നൽകിയ സമ്മതവുമായിരിക്കണം. 18 മുകളിലായിട്ട് കാര്യമില്ല, നൽകിയ സമ്മതം എന്തായിരിക്കണം, സ്വമേധയാ നൽകിയ സമ്മതമായിരിക്കണം. മാത്രമല്ല വ്യക്തിയുടെ പ്രായം എത്രയായിരിക്കണം, 18 വയസ്സിന് മുകളിലായിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ കൺസെൻറ്റാണ് കൺസെൻറ്റിനെ പറ്റി നമ്മൾ ഒരു മോഡേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ് കൺസെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. എന്നാൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോ, കൺസെൻറ്റ് കൊടുക്കേണ്ട കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കൊടുക്കുന്ന കൺസെൻറ്റ് ഉള്ളൂ, അല്ലാത്തൊന്നും കൺസെൻറ്റ് അല്ല. ഓർത്ത് വെച്ചിരിക്കുക, അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം ഒരുപാട് കേസസും കാര്യങ്ങളും അതൊക്കെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഒരു വീഡിയോയിൽ പറയുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കുട്ടിയുടെ പ്രായമൊക്കെ 18 വയസ്സാണ്, 18 വയസ്സിന് മുകളിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെടാ, അപ്പോൾ കൺസെൻറ്റ് കൊടുക്കേണ്ട പ്രായം എത്രയാണ്, 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ഒരു കൺസെൻറ്റ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ സമ്മതത്തോടെയുള്ള മരണം എന്ന് പറയുമ്പോൾ എന്നെ കൊന്നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരണമല്ല. ദയവ് ഇത് അങ്ങനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സ്പോർട്ട് ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുമ്പോൾ, ബോക്സിങ് പോലത്തെ ഒരു സ്പോർട്ട് ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഹേർട്ടോ സംഭവിക്കാം. നല്ല ഇടിയേറുന്ന കളിയല്ലേ. അപ്പോഴെന്താണ്, ഈ ഒരു സംഭവം നടക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു സമ്മതം വേണം, രണ്ടുപേരുടെയും പ്രസൻ്റ് ആയിട്ടുള്ളൊരു സമ്മതം വേണം. അത് ഓക്കെ ചെയ്യാന്നുള്ളത് മാത്രമല്ല. സമ്മതം കൊടുക്കുമ്പോൾ എന്താണ്, 18 വയസ്സിന് മുകളിലിരിക്കണം. ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. കൺസെൻറ്റിൻ്റെ പ്രായവും മറക്കരുത്, എല്ലാം ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, എടാ
നമുക്ക് ഈ ഒരു കേസിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. നരേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നൊരു കേസ്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കേസാണ്. പക്ഷേ നമുക്കത് ചർച്ച ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ സമ്മതത്തോടുള്ള മരണവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു കേസാണ്. ജസ്റ്റ് ഞാനൊന്ന് പറയാം, ബ്രീഫ് ചെയ്ത് പറയാം. ഇവിടെ സംഭവം എന്ന് പറയുമ്പോഴേ, ഈ ഒരു കേസ് നടക്കുന്നത് രാജസ്ഥാനിലൊരു ഗ്രാമത്തിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അവിടെ ആ വ്യക്തിയെ ഞാൻ എ എന്നും സ്ത്രീയെ ബി എന്നും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഗ്രാമവാസിയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ തൻ്റെ ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് ഈ ഗ്രാമത്തിലൊന്നും താമസിക്കുന്നു. എ എന്ന വ്യക്തിയുമായിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇഷ്ടത്തിലാകുന്നു. ഇഷ്ടത്തിലായതിനു ശേഷം ഇവരുടെ ഈ ബന്ധം നാട്ടിലറിയുമ്പോൾ എയും ബിയും കൂടി എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് സ്വയം കുത്തി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നമുക്ക് സ്വയം കുത്തി മരിക്കാൻ ഭയമുണ്ട്, എയോട് കുത്തിക്കൊന്നിട്ട് അവനോട് കുത്തി മരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു? എ ആ സമ്മതം വാങ്ങിച്ചു. അവിടെ ശ്രദ്ധിക്കുക, 18 വയസ്സിന് മുകളിലാണ് ബിയുടെ പ്രായം. ബി എന്ന സ്ത്രീയുടെ പ്രായം 18 വയസ്സിന് മുകളിലാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ കത്തി എന്ത് ചെയ്തു? കുത്തിയപ്പോഴത്തേക്കും ബി എന്ന് പറയുന്ന സ്ത്രീ മരിച്ചുപോയി. എ കുത്തി, പക്ഷേ എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരിക്കുന്നില്ല. അദ്ദേഹം അവിടെ കൊളാപ്സായി വീണു. നാട്ടുകാരെല്ലാം കൂടെ രക്ഷിച്ചു, പോലീസ് ഏൽപ്പിച്ചു. അപ്പോൾ അന്ന് ഈ കേസ് നേരെ പോയത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് പോയിട്ടാണ് ഈ പറയുന്ന പോലെ അത് ശരിക്കും പറഞ്ഞാൽ സമ്മതത്തോടു കൂടിയുള്ളൊരു മരണമായിരുന്നു. കാരണം പ്രസൻ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവൾ സമ്മതം കൊടുത്തിട്ടുണ്ട് കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. കാരണം അവളുടെ വിശ്വാസം എന്താണ്? അവനും കുത്തി മരിക്കും. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ പറയുന്ന പോലെ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ സ്വയം കുത്തി, പക്ഷേ അയാൾ മരിച്ചില്ല. ഈ സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? മരിക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് ഈ കേസിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി എ എന്ന് പറയുന്ന വ്യക്തിയെ വിമോചനമാക്കിയ ഒരു കേസാണ് നരേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സമ്മതത്തോടുള്ള മരണം എന്ന് പറയുന്നതിനകത്ത് വന്നൊരു ഡിഫറൻ്റ് ആയിട്ടൊരു കേസായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, എടാ ഇതൊന്ന് നോക്കിക്കോണേ. ഇതൊന്ന് നോക്കിക്കോ. മാനസിക വിഭ്രാന്തി പ്രകാരമുള്ള ഒരു മരണം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അൺസൗണ്ട് മൈൻഡായിട്ടുള്ള ഒരാൾ ചെയ്യുന്നൊരു പ്രവൃത്തി. അയാൾക്ക് അറിഞ്ഞൂടാ അയാൾ ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റി എന്തെന്നുള്ള അയാൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഈ പറഞ്ഞ പോലെ ഒരു കത്തിക്കുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ കുത്തിക്കൊല്ലുന്നു. ഓക്കെ, അവിടെ അയാൾക്കാണ് അതിൻ്റെ ബാധ്യത. എന്തെന്ന് പറയാൻ, തനിക്ക് അൺസൗണ്ട് മൈൻഡ് ആണെന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെയാണ്. എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഈ പറഞ്ഞ പോലെ മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കടെ? ആ വ്യക്തിക്ക് തന്നെയാണ്. അടുത്ത് കുട്ടിയുടെ പ്രവൃത്തി മൂലം, നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിയുടെ പ്രവൃത്തി അണ്ടർ 7, ആലോചിക്കുക, അണ്ടർ 7 years ഓഫ് ഏജ് ആണ്. പക്ഷേ 7 to 12 ഒരു എക്സെപ്ഷൻ വീണ്ടും വരുന്നുണ്ട്. ഈ 7 to 12 വരുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗ്രാവിറ്റി കുട്ടിക്ക് അറിയാമെങ്കിൽ കുട്ടി ശിക്ഷിക്കപ്പെടും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ അണ്ടർ 7 ഉള്ള കാര്യം എന്ന് പറയട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ടെറസിൽ നിന്നൊരു അമ്മ അല്ലെങ്കിൽ കുട്ടിയുടെ ബന്ധപ്പെട്ട ആരോ ആയിക്കോട്ടെ, എക്സോ വൈ, ഒരു തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെറസിൻ്റെ മട്ടത്തിന് വലിയ പൊക്കമില്ല. നിങ്ങൾ ഈ ക്രൈം സീൻ കാണുക, മൈൻഡിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്കാണ് ഈ കേസ് കിട്ടുന്നത്, നിങ്ങൾക്കാണ് ഈ പറഞ്ഞ ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പോവാണ്, നിങ്ങൾ നോക്കുമ്പോൾ ക്രൈം സീൻ നിങ്ങൾ ആദ്യം ചെന്ന് നോക്കിയപ്പം ടെറസിൻ്റെ മുകളിൽ, ശരി, അവിടെ വലിയ പൊക്കമില്ല. ആ ഒരു തിട്ടയ്ക്ക് വലിയ പൊക്കമില്ല. അപ്പോൾ അവിടെ ഒരു അയ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അശ എന്ന് പറയും, ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അമ്മ. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു 5 വയസ്സ് പ്രായമേ ഉള്ളൂ. കുട്ടി അത്യാവശ്യം ആളിനെ കൊണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തള്ളു കൊടുക്കാൻ ആവുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? പുറകെ വന്നിട്ട് അമ്മയുടെ സ്നേഹത്തിന് അമ്മയെന്ന് പറഞ്ഞിട്ട് തള്ളു കൊടുക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ മറിഞ്ഞ് നേരെ താഴെ വീണു ഇവർ മരണപ്പെടുന്നു. അപ്പോൾ ആ കുട്ടിക്കെതിരെ കേസില്ല. ഓക്കെ, ഈ ക്രൈം സീൻ നിങ്ങൾ കണ്ടതായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ ക്രൈം സീൻ നിങ്ങളൊന്ന് കണ്ടതായിട്ട് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ കുട്ടിയുടെ പ്രവൃത്തിക്ക് ഇതില്ല, എന്താണ്? ശിക്ഷയില്ല. എന്നാൽ ഞാൻ വീണ്ടും അടുത്ത പ്രായം പറഞ്ഞു, 7 മുതൽ 12 വയസ്സിലുള്ള കുട്ടി. ഈ കുട്ടിക്ക് താൻ ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കാമെന്ന അറിവ് മതി. ഇപ്പോൾ ഒരു കുട്ടി, ഞാൻ അടിച്ചാൽ അവിടെ വേദനിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇടിച്ചാൽ രക്തം വരുന്ന മറ്റേയാൾക്ക് വേദനിക്കും, ഈ അറിവ് കുട്ടിക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അവിടെ ആ കുട്ടി ലയബിളാവും എന്നുള്ളതാണ്. അപ്പം അടുത്ത എന്താണ്? ഡെത്ത് ഡൺ ബൈ ആക്സിഡൻ്റൽ ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് വണ്ടി ഓട്ടിച്ചുള്ള ആ ഒരു അശ്രദ്ധ മൂലമുള്ള മരണം. അതാണ് പറഞ്ഞത്, അശ്രദ്ധ മൂലമുള്ള മരണം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു വീടിൻ്റെ മതിൽ, ആ മതിലിൻ്റെ വെളിയിൽ മതിലിനകത്ത് കിടക്കുന്ന ഒരു കല്ലോ എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യുന്നു? എടുത്ത് പുറത്തേക്ക് ഇടുന്നു.
പുറത്തേക്കിടുമ്പോൾ എന്താണ്, പുറത്തേക്കിടുമ്പോൾ അത് വന്ന് ഒരാളുടെ തലയിൽ വീഴുന്നു, അയാൾ തൽക്ഷണം മരിക്കുന്നു. അത് ആക്സിഡൻ്റൽ ഡെത്താണ്. കാരണം അകത്ത് ചുമ്മാ ഈ മറ്റേ എന്താണ് വലിയൊരു കല്ലെടുത്ത് വെളിയിടുമ്പോഴേ എന്തായി, അത് ഒഫൻസായി. അപ്പോൾ അതൊരാളുടെ തലയിൽ വന്ന് വീഴുമ്പം, തലയിൽ വന്ന് അയാൾ മരണപ്പെടുമ്പോൾ. അതുപോലെ നമുക്കറിയാം KSRTC ബസ്സിലൊക്കെ ചിലപ്പോൾ കയറുമ്പോൾ തന്നെ പെട്ടെന്ന് ബെല്ല് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് പോകും, ആൾ താഴെ വീണ് മരിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. KSRTC ബസ് എന്നല്ല, പല ബസ്സിനും സംഭവിക്കാറുണ്ട്. നമ്മൾ ഒന്നിനെ മാത്രം പറയുന്നതല്ല. അപ്പോൾ അതൊക്കെ എന്താണ് ആക്സിഡൻ്റൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് വരുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഉദ്യോഗസ്ഥൻ ആൾക്കൂട്ടത്തിനെതിരായി വെടിയുതിർക്കുന്നു. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്പീരിയർ ഓഫീസറിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സുപ്പീരിയർ ഓഫീസറിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെടിവെക്കുന്നത്. ഓക്കെ, അതാണ്. ഇനി ഇതുപോലെ ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SI ക്കുള്ളതാണ് ശരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾ അദ്ദേഹം ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പെട്ടുപോയി, അയാളുടെ ജീവന് ഹാനി സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ കൈത്തോക്കൊണ്ട് അയാൾ ഒരു വെടിവെക്കുകയും അപ്പോൾ ആൾക്കൂട്ടത്തിൽ അയാൾ മരിച്ചാലും എന്താണ്, അത് കുറ്റകരമായി മാറുന്നില്ല. അതുപോലെ ഉദ്യോഗസ്ഥൻ്റെ ആൾക്കൂട്ടത്തിലെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് സുപ്പീരിയർ ഓഫീസറിൻ്റെ, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം വെടിവെക്കുന്നതല്ല, സുപ്പീരിയർ ഓഫീസറിന് എന്തുണ്ട്, ഇത് വെടിവെക്കണം എന്നുള്ളൊരു ഓർഡർ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ കൽപ്പബിൾ ഹോമിസൈഡ് മർഡറും തമ്മിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അടുത്ത CPOക്കുള്ള പരിപാടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയില്ല നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് പരീക്ഷ വരും എന്നുള്ളത്. അത് PSCക്ക് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരു മുഴം മുമ്പേ നമ്മൾ സഞ്ചരിച്ച് തുടങ്ങിയാൽ എല്ലാവരും പഠിച്ച് പകുതിയാവുന്ന സമയത്ത് നമുക്ക് പഠിച്ച് തീർത്തിട്ട് റിവിഷൻ പോകാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്താലേ കിട്ടൂ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ പോകുന്നു, അങ്ങനെയല്ല. നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തിയാകണം പിള്ളേരെ. ഇത് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും, പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവനെ ഇത് കാണൂ. പിന്നെ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, നിയമം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് കാണാം. മെയിനായിട്ടൊരു കാര്യം, CPOക്കാർക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നിയമം അറിയണം അല്ലെങ്കിൽ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ പറ്റും. അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. പിന്നെ അതുമാത്രമല്ല, പോലീസ് പരീക്ഷയ്ക്ക് ശ്രമിക്കുന്ന ആൾക്കാർ, CPO ഡ്രൈവർ, WCPO പോലുള്ള പരീക്ഷകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ ഒഫൻസുകളും നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്യുക. അത് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും പറയാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് വഴിയുടെ വക്കിലിരുന്ന ഒരാൾ മലമൂത്ര വിസർജനം നടത്തുന്നു, സൈറ്റ് ഫോർ എക്സാമ്പിൾ ആയിക്കോട്ടെ, നിങ്ങൾ കാണുന്നതായിരിക്കുക, പബ്ലിക് ന്യൂസൻസ് ആണ്. നിങ്ങൾ അവിടെ നിങ്ങളെ മൈൻഡിൽ കണക്റ്റ് ആവണം. ഓക്കെ, ഈ ഒരു സാധനം ഉണ്ട്, ഈ ഒരു സാധനം അയാൾ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കൂടെ പഠിച്ച് പോവുക. കൃത്യമായിട്ട് ആ പരീക്ഷ വരുമ്പോൾ എല്ലാവരും തന്നെ 17 മുകളിൽ മാർക്ക് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. അതിന് എൻ്റെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ട് തരാൻ പറ്റുമോ അതൊക്കെ തരും. അതൊക്കെ മാക്സിമം തന്നെ ആയിരിക്കും തരിക എന്നുള്ളത്. കാരണം അത്തരത്തിൽ നിങ്ങൾ മാർക്ക് വാങ്ങിച്ച് പോകുന്നത് എന്തോ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ക്ലാസ് അതിന് കാരണമായി നിങ്ങളുടെ ഒരു കരിയറിൽ, മുമ്പോട്ടുള്ള കരിയറിൽ നമ്മളും ഭാഗമായി എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും എന്താണ്, വ്യക്തമായ രീതിയിൽ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ഈ ഒരു പരീക്ഷയിൽ ഒരു അഡ്വൈസ് നേടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന സെഷൻസുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ആൾ.